അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 28 വെള്ളിയാഴ്ച. സംസ്ഥാന സർക്കാരിനെതിരെ സമര പരമ്പരയ്ക്കൊരുങ്ങാൻ UDF തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ പഞ്ചായത്ത് തലം മുതൽ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് UDF തയ്യാറെടുക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ മാർച്ച് 5-ന് നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. മാർച്ച് 13-ന് SC/ST ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനും ന്യൂനപക്ഷ ഫണ്ട് കുറച്ചതിനുമെതിരെ കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഏപ്രിൽ 4-ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിലും രാപ്പകൽ സമരവും നടത്തും. ഏപ്രിൽ 10-ന് മലയോര കർഷകരെ അണിനിരത്തി മലയോര ജില്ലകളിൽ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തും. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന തീരദേശ യാത്ര ഏപ്രിൽ 21 മുതൽ 30 വരെ നടക്കും. കാസർഗോഡ് നെല്ലിക്കുന്ന് മുതൽ തിരുവനന്തപുരം വിഴിഞ്ഞം വരെയായിരിക്കും തീരദേശ യാത്ര. അതേസമയം കടൽ മണൽ ഖനനത്തിൽ LDF-മായി ചേർന്ന് സമരം വേണ്ടെന്നും UDF തീരുമാനിച്ചു. വന്യജീവി ആക്രമണ സാധ്യത കൂടിയതായി കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് സവിശേഷമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചുവരുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന, കാട്ടുപന്നി, കുരങ്ങ് മുതലായ ജീവികളുടെ വരവ് പ്രതിരോധിക്കുന്നതിന് നാട്ടറിവുകൾ പ്രയോജനപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന അഭിമുഖത്തിൽ വിശദീകരണവുമായി ശശി തരൂർ MP. തന്റെ അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസ് വളച്ചൊടിച്ച് തന്നെ അപമാനിച്ചുവെന്ന് ശശി തരൂർ Xൽ കുറിച്ചു. പോഡ്കാസ്റ്റ് പുറത്തു വന്നതോടെ കാര്യങ്ങൾ വ്യക്തമായെന്നും തരൂർ പറഞ്ഞു. ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശമില്ലെന്നും താൻ പറയാത്ത കാര്യം തലക്കെട്ടാക്കി അപമാനിച്ചെന്നും വേട്ടയാടിയെന്നും തരൂർ ആരോപിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം തരൂരിന്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് പത്രം തിരുത്ത് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസിന് നേതൃത്വമില്ലെന്ന് തരൂർ പറഞ്ഞിട്ടില്ലെന്നും ഇംഗ്ലീഷ് പരിഭാഷയിൽ വന്ന പിഴവാണെന്നും പത്രം വിശദീകരിച്ചു. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി വയനാട്ടിലെ നിർദ്ദിഷ്ട ടൌൺഷിപ്പിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയായി സർക്കാർ നിശ്ചയിച്ചു. നേരത്തെ ഒരു വീടിന് 25 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നത്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ടൌൺഷിപ്പിൽ ഒരു വീട് നിർമ്മിക്കാൻ സർക്കാർ നിശ്ചയിച്ച തുക കൂടുതലാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവും കൽപ്പറ്റ MLA-യുമായ T. സിദ്ദിഖ്. ഈ പണത്തിന്റെ കണക്ക് എവിടെ നിന്ന് കിട്ടുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം 15 ലക്ഷത്തിന് വീട് നിർമ്മിക്കാനാവും എന്നും പറഞ്ഞു. സർക്കാർ ആദ്യം വീട് നിർമ്മാണത്തിന് നിശ്ചയിച്ചത് 30 ലക്ഷം രൂപയാണ്. അത് പിന്നീട് 25 ലക്ഷമായി ഇപ്പോൾ 20 ലക്ഷമാകുന്നു. ലക്ഷങ്ങൾ വെച്ചാണ് ഓരോ സമയത്തും കുറയ്ക്കുന്നത്. കണക്കുകൾ തൃപ്തികരമല്ലെന്നും ഈ പണത്തിലെ സർക്കാർ താൽപര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും സിദ്ദിഖ് പറഞ്ഞു. ടൌൺഷിപ്പ് പദ്ധതി കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ മാത്രമായി നിജപ്പെടുത്തുന്നതിനെതിരെയും മറ്റു നിബന്ധനകൾക്കെതിരെയും ദുരന്തബാധിതർ ടൌൺഷിപ്പിനായി കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും 2 എസ്റ്റേറ്റ് ഭൂമികളും ഏറ്റെടുക്കണമെന്നും മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കില്ലെന്നും ദുരന്തബാധിതർ വ്യക്തമാക്കി. ഓരോ വീടിനും 10 സെന്റ് ഭൂമി വേണമെന്നും 7 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനമെന്നും 12 വർഷത്തേക്ക് ഇത് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന നിബന്ധന അംഗീകരിക്കില്ലെന്നും ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വ്യക്തമാക്കി. അന്തരിച്ച CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MLA-യുമായ P. രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കേണ്ടെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം. ഇക്കാര്യം ബന്ധുക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. CPI-ൽ നിന്ന് രാജുവിന് നീതി കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചത് രാജുവിന് ആഘാതമുണ്ടാക്കിയെന്ന് മുതിർന്ന നേതാവ് KE ഇസ്മായിലും ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് ടൂറിസം മേഖലയിൽ സ്ത്രീ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വനിതാ വികസന കോർപ്പറേഷനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്.
വനിതാ വികസന കോർപ്പറേഷൻ സ്ത്രീ സംരംഭകർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിലെ 3ാം ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതവിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പി.സി. ജോർജിന്റെ ജാമ്യ ഹർജിയിൽ കോടതി ഉത്തരവ് ഇന്ന്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പി.സി. ജോർജ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി ഇതിനെ എതിർത്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാരുടെ സമരം ശൈലി ആപ്പ് വഴിയുള്ള ഡേറ്റ കളക്ഷനെ ബാധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വളരെ കുറച്ച് ആശാപ്രവർത്തകർ മാത്രമാണ് സമരത്തിലുള്ളതെന്നും സമരക്കാരുടെ പഞ്ചായത്തുകളിൽ അധികൃതരുമായി കൂടിയാലോചിച്ച് ബദൽ സംവിധാനമൊരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമേഖലയിലെ മാറ്റിവെക്കാനാകാത്ത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഇത് എന്നും മന്ത്രി പറഞ്ഞു. കേരള തീരത്ത് നിന്ന് കടൽമണൽ ഖനനം നടത്താനുള്ള വിവാദ കേന്ദ്ര പദ്ധതിക്ക് മൌന അനുവാദം നൽകി സംസ്ഥാന സർക്കാർ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുക്കുകയാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. കടൽമണൽ ഖനന പദ്ധതി മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർക്കുകയും തീരശോഷണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തീരപ്രദേശത്ത് കടൽമണൽ ഖനനം നടത്തുന്നതിൽ സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് മുൻപ് തന്നെ അറിയിച്ചതാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കടൽമണൽ ഖനനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ഗവൺമെന്റിന് കത്ത് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് റഹീം ഇന്ന് കേരളത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഇഖാമ കാലാവധി തീർന്ന് 2.5 വർഷമായി സൌദിയിൽ യാത്രാവിലക്ക് നേരിടുകയായിരുന്നു ഇദ്ദേഹം. മരിച്ചവരെ അവസാനമായൊന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലായിരുന്നു റഹീം. റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ ഫലം കണ്ടത്. SSLC +2 തലങ്ങളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് PSC വഴി യൂണിഫോം സർവീസുകളിലെ നിയമനത്തിന് വെയിറ്റേജ് അനുവദിക്കാൻ തീരുമാനമായി. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലായി 4 വർഷം ട്രെയിനിംഗ് പൂർത്തിയാക്കുന്നവരും A+ ഗ്രേഡ് കരസ്ഥമാക്കുന്നവരുമായ കേഡറ്റുകൾക്കാണ് 5% വെയിറ്റേജ് നൽകുക. ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ ഇടതംഗത്തിന്റെ ഭർത്താവ് സുധീർ പുന്നപ്പാലയുടെ കട CPM പ്രവർത്തകർ തകർത്തതായി പരാതി. കട പൂട്ടി താക്കോൽ കൊണ്ടുപോയെന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP റീനയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് സുധീർ പുന്നപ്പാല പോലീസ് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് സുധീർ പുന്നപ്പാല മലപ്പുറം SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഹിന്ദി ഭാഷാ വിമർശനം കടുപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഹിന്ദി അടിച്ചേൽപ്പിച്ചതിന്റെ ഫലമായി ഉത്തരേന്ത്യയിലെ 25 പ്രാദേശിക ഭാഷകൾ നശിച്ചുവെന്നും സ്റ്റാലിൻ കുറിച്ചു. ഉത്തർപ്രദേശിലും ബീഹാറിലുമെല്ലാം ഒരിക്കലും ഹിന്ദി മാതൃഭാഷയായിരുന്നില്ലെന്നും അവരുടെ യഥാർത്ഥ ഭാഷകൾ ഇപ്പോൾ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളാണെന്നും അദ്ദേഹം ആരോപിച്ചു. മണിപ്പൂരിൽ ആയുധങ്ങൾ വിട്ടുനൽകി ആരംഭായ് ടെങ്കോൽ സംഘടന. പിക്കപ്പ് ട്രക്കുകളിലാണ് ആയുധങ്ങൾ എത്തിച്ചത്. കൊള്ളയടിച്ചതും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതുമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും 7 ദിവസത്തിനകം വിട്ടുനൽകണമെന്ന ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി.
പുനെയിൽ പോലീസ് സ്റ്റേഷന് സമീപം ബസ്സിൽ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ ഗുനാട്ട് സ്വദേശിയായ പ്രതി ദത്താത്രേയ രാംദാസ് ഗഡയെ കണ്ടെത്താൻ ഡ്രോണുകളും നായകളെയും ഉപയോഗിച്ച് തിരച്ചിൽ വ്യാപിപ്പിച്ച് പോലീസ്. ഗുനാട്ട് ഗ്രാമത്തിലെ കരിമ്പ് തോട്ടങ്ങൾക്കുള്ളിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗഡെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നാണ് വിവരം. അതേസമയം പ്രതിയെ പിടികൂടാത്തതിൽ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ ജനരോഷം ശക്തമാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ പോലീസ് സ്റ്റേഷന് സമീപം ബസ്സിൽ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിർഭയ സംഭവത്തെ തുടർന്ന് നിയമത്തിൽ പല മാറ്റങ്ങളും വരുത്തിയെന്നും എന്നാൽ ഈ നിയമങ്ങൾ കൊണ്ട് മാത്രം ഇത്തരം സംഭവങ്ങൾ തടയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ നിയമങ്ങൾ രൂപീകരിച്ചതുകൊണ്ട് മാത്രമല്ല അവ ശരിയായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ഓർമ്മപ്പെടുത്തിയ അദ്ദേഹം ഇതിൽ സമൂഹത്തിന്റെ പങ്കും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പങ്കുവച്ചു. മഹാകുംഭമേളയിലെ മഹാശിവരാത്രിയുടെ അവസാനത്തെ സ്നാനപർവത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ സെല്യൂട്ട് നൽകി. വ്യോമസേനയുടെ എയർ ഷോയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇന്ത്യൻ വ്യോമസേനയുടെ ഈ ആവേശകരമായ എയർ ഷോയോടുകൂടി മഹാകുംഭമേള അവസാനിച്ചു. മഹാകുംഭമേളയുടെ വൻ വിജയത്തിന് പിന്നാലെ സന്തോഷം പങ്കുവച്ചും ശുചീകരണ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 10,000 രൂപ ബോണസിന് പുറമെ 16,000 രൂപ കുറഞ്ഞ കൂലിയായി ഏപ്രിൽ മുതൽ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഹാകുംഭമേള വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വമാണെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. രാജ്യാന്തര സഹായങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന പരാജയപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഷിതിജ് ത്യാഗി. ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കുന്നതിലുമാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഈ മൂല്യങ്ങളാണ് പാകിസ്ഥാൻ പഠിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൌൺസിൽ യോഗത്തിൽ ജമ്മു കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാൻ നിയമമന്ത്രി അസം നസീർ തരാറിന്റെ ആരോപണങ്ങളിലാണ് ഇന്ത്യ മറുപടി നൽകിയത്. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതിയെന്ന് വത്തിക്കാൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും ചാപ്പലിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുവെന്നും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. ട്രാൻസ്ജെൻഡർ സൈനികരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ച് അമേരിക്ക. ഇത് സംബന്ധിച്ച മെമ്മോ പെന്റഗൺ പുറത്തിറക്കി. സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിച്ചില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ട്രാൻസ്ജെൻഡർ സൈനികരെ പിരിച്ചുവിടുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് കരകയറിയ കേരളം നിർണായക 1ാം ഇന്നിംഗ്സ് ലീഡിനായി പൊരുതുന്നു. വിദർഭയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറിന് മറുപടിയായി 2ാം ദിനം കളി നിർത്തുമ്പോൾ കേരളം 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എന്ന നിലയിലാണ്. 66 റൺസുമായി ആദിത്യ സർവാതെയും 7 റൺസുമായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുമാണ് ക്രീസിൽ. വിദർഭയ്ക്കെതിരെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടാൻ 7 വിക്കറ്റ് കൈയിലിരിക്കെ കേരളത്തിന് ഇനിയും 249 റൺസ് കൂടി വേണം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഗ്രൂപ്പ് എ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കനത്ത മഴ മൂലം റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒറ്റ പന്ത് പോലും എറിയാനാവാതെ വന്നതോടെയാണ് മത്സരം ഉപേക്ഷിച്ചത്. ഇതോടെ ടൂർണമെന്റിലെ ആതിഥേയരായ പാകിസ്ഥാൻ 1 പോയിന്റോടെ മടങ്ങി. ബംഗ്ലാദേശിനും 1 പോയിന്റാണ് ഉള്ളത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.